ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഒരു ഹെയർ ബാൻഡ്, ചെറിയ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഹെയർ ബാൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 കളർ നൂല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 2 കളറോ 3 കളറോ അല്ലെങ്കിൽ ഒരു കളർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 കളറ് യാൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ നൂലെടുത്തിട്ട് ഒരു സ്ലിപ്പ് നോട്ട്, ഈ 2 നൂലും കൂടി ഒന്നിച്ച് പിടിച്ചിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഹെഡ് ബാൻഡാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ചെയിൻസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയിൻസുകൾ ജസ്റ്റ് ഇട്ടിട്ട് പോവുക. അപ്പോൾ നമ്മൾ സൈസ്, നമുക്ക് കുട്ടികളുടെ ഹെഡിൻ്റെ സൈസ് നോക്കിയിട്ട് നമ്മൾ എത്ര ചെയിൻ വേണമെന്ന് നോക്കണം. അപ്പോൾ ഞാൻ പറയാം, ന്യൂ ബോൺ സൈസ് വരിക ഒരു 13-14 ഇഞ്ച് സൈസാണ് വരിക. 0 to 6 month ബേബീസിന് 14 to 17 ഇഞ്ചസ് ഹെഡ് സൈസ് വരുന്നത്. പിന്നെ 6 to 12 months ബേബിക്ക് 16 to 19 ഇഞ്ചസ് അങ്ങനെയാണ് ഹെഡ് സൈസ് വരിക. അപ്പോൾ ഞാനിപ്പം ഇവിടെ ഒരു 0 to 3 month ബേബീൻ്റെതാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കൊരു 14 ഇഞ്ചസിൽ നമുക്ക് ഇത് ചെയിൻസ് ഇടാം. അപ്പോൾ ഞാൻ 14 ഇഞ്ചസ് ചെയിൻസ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇതാ 14 ഇഞ്ചസിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 54 സ്റ്റിച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ചെയിൻസാണ് ഇട്ടിരിക്കുന്നത്. ഇതാ 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹൂക്ക് സൈസും യാൺ സൈസും അനുസരിച്ചിട്ട് വ്യത്യാസം വരും ചെയിൻസ് ഇടുന്നത്. ഇതിപ്പോൾ ഞാൻ 54 ചെയിൻസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിങ്ങനെ ജോയിൻ ചെയ്യണം നോക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടൈ ചെയ്യുന്നതാണെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ച് യാൺ വെച്ച് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ആ യാൺ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ ടൈ ചെയ്യുന്ന ഹെയർ ബാൻഡ് ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ഒരു ഹെയർ ബാൻഡ് പോലെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മളിട്ട ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. ഇത് ട്വിസ്റ്റ് ചെയ്യരുത്, ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് പിടിച്ചിട്ട് നമ്മളുടെ ഈ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിലേക്ക്, ഇത് നമ്മുടെ സ്ലിപ്പ് നോട്ടാണ്, ഈ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇയാണ് കട്ട് ചെയ്യുക. എന്നിട്ട് ഇയാണ് ജസ്റ്റ് പുറത്തെടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ജസ്റ്റ് ടൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാ ഒരു ഹെഡ് ബാൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് വല്ല വെക്കാനുള്ളൊരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിൻ്റെ മേലെ നമുക്കൊരു ഫ്ലവർ ഫിറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിക്കാം. അപ്പം നമുക്ക് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു കളറ് യാണ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മാജിക് റിങ് ഇട്ടിട്ട് ഫ്ലവർ ചെയ്യാം. അപ്പോൾ ഞാൻ മാജിക് റിങ് ഇട്ടു. ഓക്കെ, ചെയിൻ 1 ഇട്ടു. ഇനി നമുക്ക് ഈ റിങ്ങിലേക്ക് 12 സിംഗിൾ ക്രോഷേ ചെയ്യണം. 12 സിംഗിൾ ക്രോഷേ ഈ ഒരു റിങ്ങിലേക്ക് 12 സിംഗിൾ ക്രോഷേ. 1 2 അങ്ങനെ 12 സിംഗിൾ ക്രോഷേ ഈ റിങ്ങിലിടാം. ഓക്കെ, അപ്പോൾ ഞാൻ മാജിക് റിങ്ങിൻ്റെ ഉൾപ്പെടുത്താം 12 സിംഗിൾ ക്രോഷേ ഇട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷേൻ്റെ ഉള്ളിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇതാണ് ഫസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. എന്നിട്ട് നമുക്ക് ഈ യാണ് അവിടെ കട്ട് ചെയ്യാം. യാൺ കട്ട് ചെയ്തു, ജസ്റ്റ് പുൾ ചെയ്ത് 2 യാണും നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കുക. നമുക്ക് ചെറിയൊരു ബട്ടൺ പോലെ കിട്ടി. ഇനി നമ്മൾ പഫ് സ്റ്റിച്ച് ഫ്ലവർ ആണ് ചെയ്യുന്നത്. പഫ് സ്റ്റിച്ച് എന്ന് പറഞ്ഞ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടൊരു ഫ്ലവറാണ്
ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ വേറൊരു കളർ യാണ് എടുത്തു. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ യാണ് എടുക്കാം. ഞാനിപ്പം ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഈ യാണ് ജോയിൻ ചെയ്യാണ്. ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് എടുത്തു. എന്നിട്ട് ചെയിൻ 3 ചെയിൻസ് ഇതാ 1 2 3 ചെയിൻസ് ഇട്ടു. ഇനി പഫ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നത് കാണിക്കാം. യാൺ ഓവർ ചെയ്തിട്ട് ഇതേ സെയിം സ്റ്റിച്ചിലേക്ക് ഹൂക്ക് പുറത്തേക്ക് നൂല് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അതാ 1 2 3 കിട്ടിയേ. വീണ്ടും യാൺ ഓവർ ചെയ്യുക. വീണ്ടും അതേ സെയിം സ്റ്റിച്ചിലേക്ക് ഇട്ടിട്ട് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ 3 സ്റ്റിച്ചായി. ഇനി വീണ്ടും യാൺ ഓവർ ചെയ്ത് അടുത്ത സ്റ്റിച്ചിലേക്ക് ഹൂക്കിടാം, എടുക്കാം. 1 അതേപോലെ 3 പ്രാവശ്യം വീണ്ടും ചെയ്യാം. 2 പ്രാവശ്യം കൂടി 1 2 3 പ്രാവശ്യം ചെയ്തു. ഇനി യാൺ ഓവർ ചെയ്ത് ഈ ഹൂക്ക് ഈ എല്ലാ ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടിയും ഒന്നിച്ച് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ 2 ചെയിൻസ് ഇട്ട് 1 2. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ ഫസ്റ്റ് ഇട്ട സ്ലിപ്പ് സ്റ്റിച്ചാണ്, അതല്ല ഈ സ്റ്റിച്ചിലേക്ക്. എന്നിട്ട് ജസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. വീണ്ടും നമ്മൾ ചെയിൻ 3 ചെയ്യുക. 1 2 3 ചെയിൻ 3 ചെയ്തു. യാൺ ഓവർ ചെയ്ത് ആ സെയിം സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ എടുത്തു. 1 വീണ്ടും ഒരു പ്രാവശ്യം കൂടി സെയിം സ്റ്റിച്ചിലേക്ക് ചെയ്യുക. 2 ഇനി യാൺ ഓവർ ചെയ്ത് അടുത്ത സ്റ്റിച്ചിലേക്ക് യാൺ ഓവർ ചെയ്ത് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് അതേ സെയിം സ്റ്റിച്ചിലേക്ക് വീണ്ടും എടുക്കുക. 2 പ്രാവശ്യമായി. ഒരു പ്രാവശ്യം കൂടി യാൺ ഓവർ ചെയ്തിട്ട് സെയിം സ്റ്റിച്ചിലിട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് യാൺ ഓവർ ചെയ്ത് എല്ലാ ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെയും ഈ ഹൂക്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ചെയിൻ 2 കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് അവിടെ പഫ് സ്റ്റിച്ച് ആയിട്ടുള്ള ഫ്ലവർ റെഡി ആവുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് 3 ചെയിൻസ് ഇടാം. ചെയിൻ 3 ഇട്ടു. അപ്പോൾ ഇത് നമ്മളൊരു സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ യാൺ ഓവർ ചെയ്ത് സെയിം സ്റ്റിച്ചിലേക്ക് എടുക്കുക. വീണ്ടും സെയിം സ്റ്റിച്ച് 2 പ്രാവശ്യം ചെയ്തു. അപ്പോൾ ഇതിലിപ്പോൾ 3 എണ്ണമായി. വീണ്ടും യാൺ ഓവർ ചെയ്ത് സെയിം സ്റ്റിച്ച്, വീണ്ടും സെയിം സ്റ്റിച്ചിലേക്ക് വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് സെയിം സ്റ്റിച്ച് തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു ലൂപ്സ് കിട്ടി. യാൺ ഓവർ ചെയ്ത് എല്ലാ ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെയും ഹൂക്ക് എടുക്കുക. ചെയിൻ 2 1 2 എന്നിട്ട് നെക്സ്റ്റിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ മൊത്തം ചെയ്യാം. അപ്പോൾ ഞാൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എല്ലാ സ്റ്റിച്ചിലും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പെറ്റൽസ് ഇപ്പോൾ നമുക്ക് 1 2 3 4 5 6 6 പെറ്റൽസ് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മളുടെ ഈ സ്ലിപ്പ് സ്റ്റിച്ചിലേക്ക് തന്നെ ഈ ചെയിനിലേക്ക് നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഫസ്റ്റത്തെ പെറ്റലിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇയാണ് ജസ്റ്റ് കട്ട് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഫുൾ ചെയ്ത് ടൈറ്റ് ആക്കുക. അതേപോലെ ഇയാണ് ഒന്ന് ടൈറ്റ് ആക്കുക. അപ്പോൾ ഇതാ ഇതല്ല, ഇത് ബാക്ക് സൈഡാണ്, ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇതാണ്
പഫ് സ്റ്റിച്ച് ഫ്ലവർ വരിക. അപ്പോൾ ഇനി നമുക്കൊരു സൂചി കൊണ്ട് ഈ ആണ് നമുക്ക് തുന്നി ഹെയർ ബാൻഡിൽ ചേർക്കാം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഫസ്റ്റ് അപ്പോൾ നമുക്ക് ഈ ആണ് എങ്ങനെ ഇതിൽ ചേർക്കാൻ നോക്കാം. അപ്പോൾ ഞാനിതാ സൂചി എടുത്ത് ാണെടുത്തു. നമുക്ക് ഈ ഫ്രണ്ടിലാണ് ഈ ആണുള്ളത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു ബാക്കിലേക്ക് എടുക്കാം. ഓക്കെ, ബാക്കിലേക്ക് എടുത്തു. ഇപ്പോൾ ഫ്ലവറായി റെഡിയായി. ഇനി ഈ ആണ് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഈ ആണ് ഇതിലെടുത്ത് ജസ്റ്റ് ഈ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. നമുക്ക് രണ്ട് സൈഡിലിങ്ങനെ യാണ് കിട്ടി. രണ്ട് കളറിലെയാണ് രണ്ട് സൈഡിലായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കിട്ടി. ഇനി നമുക്ക് ഹെഡ് ബാൻഡിൽ നമ്മൾ ഈ കെട്ട് വെച്ച ഈ ഭാഗത്ത് ചേർത്ത് കൊടുക്കാം, അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കെട്ട് മറിഞ്ഞ് നിൽക്കുകയും ചെയ്യും. നമുക്കവിടെ വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നെങ്കിൽ നമ്മൾ വെറുതെ ടൈ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സൂചി കൊണ്ട് ജസ്റ്റ് അതുമേലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഈ കെട്ടിലൂടെ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ കെട്ടിലൂടെ ജസ്റ്റ് തുന്നി കൊടുക്കാം. അപ്പം ഇനി അടുത്ത ഈ ആണ് ഇതേമാതിരി ഇട്ടിട്ട് ഈ കെട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ജസ്റ്റ് എടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ഈ ആണുകൾ വെച്ച് എല്ലാ ആണുകളും കൂടി ഒന്ന് ടൈറ്റാക്കി കെട്ടി കൊടുക്കാം. നമ്മുടെ ഹെയർ ബാൻഡ് നേരത്തെ ചെയ്തിരുന്ന യാണും ഇപ്പോൾ ഈ ഫ്ലവറിൻ്റെ കൂടെയുള്ള യാണുകളും എല്ലാതും കൂടി ഒന്ന് ജസ്റ്റ് ടൈ ചെയ്യാം. ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് ടൈ ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള യാണുകൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ടൈ ചെയ്തത് ടൈറ്റായി എന്ന് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള യാണുകളൊക്കെ ജസ്റ്റ് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതവിടെ ആ ഫ്ലവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ നൂല് ബാക്കിലത്തെ നൂലുകളെല്ലാം കട്ട് ചെയ്ത് ക്ലീനാക്കി. അപ്പോൾ ഇതിപ്പം വരുന്ന സൈസ് വരുന്നത് 0 to 3 month ബേബീൻ്റെതാണ്. ഇതിപ്പോൾ 14 ഇഞ്ചസിലാണ് നമ്മൾ ചെയ്തത്. അതെല്ലാം 15 ഇഞ്ചസ് ആകുമ്പോൾ ഒരു 4 months 5 months ഇതിക്ക് ചെയ്യുമ്പോൾ ഒരു 15 ഇഞ്ചസിലെടുക്കുക. ന്യൂ ബോൺ ബേബീസിനാണെങ്കിൽ 12 ഇഞ്ചസിൽ ചെയ്താൽ മതിയാവും. 12 ഇഞ്ചസ് തന്നെ കുട്ടികൾക്ക് ധാരാളമായിരിക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബേബീൻ്റെ ഹെഡ് സൈസ് നോക്കിയിട്ട് ചെയ്യാം. എല്ലാവർക്കും ഈ ഹെയർ ബാൻഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് അയക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ FB പേജിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.